Divisional Accountant Officer, Chapter 6, Part 2, Question Discussion. Self-balancing ledgersലെ വർക്കിംഗ് ഓഫ് ദി സിസ്റ്റം. സെൽഫ് ബാലൻസിങ് ലെഡ്ജർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നാണ് നമ്മൾ ഈ പാർട്ടിൽ നോക്കുന്നത്. 19ാമത്തെ ക്വസ്റ്റ്യൻ, വെൻ സെപ്പറേറ്റ് ലെഡ്ജേഴ്സ് ആർ മെയിൻറ്റെയിൻഡ് ഫോർ ദ ട്രേഡ് ഡെറ്റേഴ്സ് ആൻഡ് ട്രേഡ് ക്രെഡിറ്റേഴ്സ്, ദ ഡെറ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ് ആക്സെപ്റ്റ് ഓഫ് സർട്ടൻ ട്രാൻസാക്ഷൻ വിൽ നോട്ട് അപ്പിയർ ഇൻ ദ സെയിം ലെഡ്ജർ. Thus no ledger in self-balancing and it is not possible to prepare the ട്രയൽ ബാലൻസ് ഓഫ് ഈച്ച് ലെഡ്ജേഴ്സ്. അപ്പോൾ ഈ ഒരു സെപ്പറേറ്റ് ലെഡ്ജേഴ്സാണ് ഓരോ ട്രേഡ് ഡെറ്റേഴ്സിനും ട്രേഡ് ക്രെഡിറ്റേഴ്സിനും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സർട്ടൺ ട്രാൻസാക്ഷൻസ് വിൽ നോട്ട് അപ്പിയർ ഇൻ ദ സെയിം ലെഡ്ജർ. സെയിം ലെഡ്ജേഴ്സിൽ സർട്ടൺ ട്രാൻസാക്ഷൻസ് എന്ത് ചെയ്യില്ല, അതിനകത്ത് അപ്പിയർ ചെയ്യില്ല. അപ്പോൾ എന്താണ് അതിനെ ഒരു പ്രോപ്പറായിട്ടുള്ള ട്രയൽ ബാലൻസിങ് പോസിബിൾ അല്ല. ദർ ഈസ് നോ ലെഡ്ജർ ഇൻ സെൽഫ് ബാലൻസിങ് ആൻഡ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു പ്രിപ്പയർ ട്രയൽ ബാലൻസ് ഫോർ ഈച്ച് ലെഡ്ജേഴ്സ്. കാരണം ഈച്ച് ലെഡ്ജേഴ്സിൽ നമ്മൾ ചില ട്രാൻസാക്ഷൻസ് ഒന്നും അപ്പിയർ ചെയ്യാത്തത് കൊണ്ട് തന്നെ പ്രോപ്പറായിട്ടൊരു ട്രയൽ ബാലൻസിങ് അവിടെ നടക്കില്ല. 20. In order to make each ledger self-balancing, it is necessary that the corresponding debtors and creditor balance are fully provided in each ledgers. This is done by opening dash in each ledgers. അപ്പം സെൽഫ് ബാലൻസിങ് ചെയ്യുന്ന സമയത്ത് കറസ്പോണ്ടിങ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ഫുള്ളായിട്ട് പ്രൊവൈഡഡ് ഇൻ ഈച്ച് ലെഡ്ജേഴ്സ് വന്നാൽ ഇതെങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്? അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്സ് ആയിട്ടാണ് നമ്മൾ എഴുതുന്നത്. അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്സ് ഒരു സെപ്പറേറ്റ് ലെഡ്ജറായിട്ടാണ് നമ്മൾ എഴുതി തയ്യാറാക്കുന്നത്. കാരണം നമുക്ക് ഒരു ബിസിനസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ടൈമിൽ എൻട്രി ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെയാണ് അഡ്ജസ്റ്റ്മെൻറ്റ്സിൽ വരുന്നത്. സോ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്സ് ഒരു സെപ്പറേറ്റ് ലെഡ്ജറായിട്ടാണ് കാണിക്കുന്നത്. 21. ദ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഹെൽപ്സ് ഇൻ completing the double entry in each ledger and make it self balancing. അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഈ ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിംഗ് എന്ന് വെച്ചാൽ ഓരോ ഡെബിറ്റ് ആസ്പെക്റ്റിനും ഒരു ക്രെഡിറ്റ് ആസ്പെക്റ്റ് ഉണ്ട് എന്നുള്ളത് ആണ് ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. ഈച്ച് ലെഡ്ജേഴ്സ് ആൻഡ് മേക്ക് ഇറ്റ്സ് അതിനെ അപ്പോൾ എന്ത് ചെയ്യാം, എല്ലാ ഡെബിറ്റുകൾക്കും ക്രെഡിറ്റുകൾക്കും നമ്മൾ സെപ്പറേറ്റ് ട്രേഡിംഗ് അക്കൗണ്ട് കൊടുക്കുന്നത് കൊണ്ട് തന്നെ അതെന്ത് ചെയ്യാം, ഇറ്റ് മേക്ക് സെൽഫ് ബാലൻസിങ്. നെക്സ്റ്റ് 22. വാട്ട് ആർ ദ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് ഓപ്പൺ ഇൻ ഈച്ച് ലെഡ്ജേഴ്സ്. അപ്പം അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് എങ്ങനെയാണ് ഈച്ച് ലെഡ്ജേഴ്സിൽ വരുന്നത്? ഒന്ന്, ജനറൽ ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എന്തായിരിക്കും, ഡെബിറ്റ് ലെഡ്ജറിലും കാണും. ജനറൽ ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് ഇൻ ക്രെഡിറ്റ് ലെഡ്ജറിലും കാണും. പിന്നെ ഡെറ്റേഴ്സ് നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ സെൽഫ് ബാലൻസിങ്ങിൽ അക്കൗണ്ട്സിനെ 3ആയിട്ട് തിരിക്കുന്നു എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ. ജനറൽ ലെഡ്ജറെന്നും ഡെറ്റേഴ്സ് ലെഡ്ജറെന്നും ക്രെഡിറ്റേഴ്സ് ലെഡ്ജറെന്നും. അപ്പോൾ അതിലൊന്നാമത്തതാണ് ജനറൽ ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ലെഡ്ജർ, ജനറൽ ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ക്രെഡിറ്റർ ലെഡ്ജർ, പിന്നെ ഡെറ്റേഴ്സ് ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഇൻ ജനറൽ ലെഡ്ജർ, ക്രെഡിറ്റേഴ്സ് ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് ഇൻ ജനറൽ ലെഡ്ജർ. അപ്പം നമുക്ക് സെൽഫ് ബാലൻസിങ്ങിനെ 3 അക്കൗണ്ട്സ് ആയിട്ടാണ് നമ്മൾ തിരിക്കുന്നത്. ജനറൽ ലെഡ്ജർ അക്കൗണ്ട്, ക്രെഡിറ്റേഴ്സ് ലെഡ്ജർ അക്കൗണ്ട്, ഡെറ്റേഴ്സ് ലെഡ്ജർ അക്കൗണ്ട്. അപ്പം ഇതിനെ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് ഓപ്പണിങ് അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് ഇടുമ്പോൾ അതിൻ്റെ ഓപ്പണിംഗ് ലെഡ്ജറിൽ വരുന്ന ടൈപ്പുകളാണ് താഴെ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് 23. ജനറൽ ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഇൻ ഡെറ്റേഴ്സ് ലെഡ്ജർ. ആദ്യത്തേതാണ് ജനറൽ ലെഡ്ജറിലെ അഡ്ജസ്റ്റ്മെൻറ്റ് ഇൻ ഡെറ്റർ ലെഡ്ജർ. ഇറ്റ് ഈസ് ഓപ്പൺഡ് ഇൻ ഡെറ്റർ ലെഡ്ജർ ടു പ്രൊവൈഡ് ദ കറസ്പോണ്ടിങ് ഡെറ്റർ ആൻഡ് ക്രെഡിറ്റർ ഫോർ ഓൾ എൻട്രീസ് റിലേറ്റഡ് ടു ട്രേഡ് ഡെറ്റേഴ്സ് വിച്ച് അപ്പിയർ ഇൻ ദ ജനറൽ ലെഡ്ജർ. അപ്പോൾ ഡെറ്റേഴ്സിൻ്റെ ലെഡ്ജറാണ് എന്തിൽ വരുന്നത്? ജനറൽ ലെഡ്ജറിൽ. പ്രൊവൈഡ് കറസ്പോണ്ടിങ് ഡെറ്റർ ആൻഡ് ക്രെഡിറ്റർ ഇൻ ഓൾ എൻട്രീസ് റിലേറ്റഡ് ടു ട്രേഡ് ഡെറ്റർ വിച്ച് അപ്പിയർ ഇൻ ദ ജനറൽ ലെഡ്ജർ. അതിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. 24. എക്സാമ്പിൾസ് ഫോർ ജനറൽ ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഇൻ ഡെറ്റർ ലെഡ്ജർ എന്തൊക്കെ വരാം? ക്രെഡിറ്റ് സെയിൽസ് വരാം, സെയിൽസ് റിട്ടേൺ വരാം, ഡിസ്കൗണ്ട് അലൗഡ്, ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെറ്റേഴ്സ്, ബാഡ് ഡെറ്റ്സ് എക്സെട്ര. അപ്പം ഇതൊക്കെ നമുക്കൊരു അഡ്ജസ്റ്റ്മെൻറ്റ്സിൽ വരുന്നതാണ്. അപ്പോൾ ഇതിനെ നമുക്ക് എവിടെയാണ് കാണിക്കേണ്ടത്? ജനറൽ ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് ഇൻ ഡെറ്റേഴ്സ്. കാരണം ക്രെഡിറ്റ് സെയിൽസ് റിട്ടേൺ, ഡിസ്കൗണ്ട് അലൗഡ് എന്നൊക്കെ പറയുന്നത് ഡെറ്ററാണ്. അപ്പം അതിനെ ഡെറ്റർ ലെഡ്ജറാക്കി എന്തിലാണ് കാണിക്കേണ്ടത്? ജനറൽ ലെഡ്ജറിലാണ് നമ്മൾ കാണിക്കേണ്ടത്.
അപ്പം നെക്സ്റ്റ് നമുക്ക് നോക്കാം 24 ജനറൽ ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് ഇൻ ക്രെഡിറ്റേഴ്സ് ലെഡ്ജർ. അപ്പോൾ ക്രെഡിറ്റേഴ്സ് ലെഡ്ജർ ജനറൽ ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റിൽ എങ്ങനെ വരുന്നതെന്നാണ്. ഇറ്റ് ഈസ് ഓപ്പൺഡ് ഇൻ ദ ക്രെഡിറ്റേഴ്സ് ലെഡ്ജർ ടു പ്രൊവൈഡ് ദ കറസ്പോണ്ടിങ് ഡെറ്റർ ആൻഡ് ക്രെഡിറ്റർ ഫോർ ഓൾ എൻട്രീസ് റിലേറ്റഡ് ടു ദ ട്രേഡ് ക്രെഡിറ്റേഴ്സ് വിച്ച് അപ്പിയർ ഇൻ ദ ജനറൽ ലെഡ്ജർ. നേരെ തിരിച്ചാണ്, കാരണം ജനറൽ ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റിൽ ക്രെഡിറ്റേഴ്സ് ലെഡ്ജറാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ അതിൻ്റെ ഓപ്പണിംഗ് എൻട്രി എങ്ങനെ വരും? പ്രൊവൈഡ് കറസ്പോണ്ടിങ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ഇൻ ഓൾ എൻട്രീസ് റിലേറ്റഡ് ടു ട്രേഡ് ക്രെഡിറ്റർ. ട്രേഡ് ക്രെഡിറ്ററുമായി റിലേറ്റ് ചെയ്ത എല്ലാ ഡെബിറ്റ്സും ക്രെഡിറ്റ്സും അവിടെ എന്ത് ചെയ്യും? എൻട്രി ചെയ്യും. എക്സാമ്പിൾസ് നോക്കാം. 25 എക്സാമ്പിൾസ് ഫോർ ജനറൽ ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഇൻ ക്രെഡിറ്റേഴ്സ് ലെഡ്ജർ. എന്തൊക്കെയാണ് വരുന്നത്? ക്രെഡിറ്റ് പർച്ചേസ് റിട്ടേൺ, ഡിസ്കൗണ്ട് റിസീവ്ഡ്, ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ്. അപ്പോൾ എന്തൊക്കെയാണ് വരുന്നത്? ക്രെഡിറ്റ് പർച്ചേസ് റിട്ടേൺ. അപ്പോൾ ഇതിനൊക്കെ എന്താണ്? ക്രെഡിറ്റ് ബാലൻസ് ആണ്. ഡിസ്കൗണ്ട് റിസീവ്ഡ്, ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ്. അപ്പോൾ ഇതിനൊക്കെ എന്താ? ക്രെഡിറ്റ് ലെഡ്ജേഴ്സിലാണ്. ക്രെഡിറ്റ് ബാലൻസ് വരുന്ന ജനറൽ ലെഡ്ജറിൽ ക്രെഡിറ്റ് ഡെബിറ്റ് എല്ലാം നമ്മൾ എന്ത് ചെയ്യും? എൻട്രി ചെയ്യും. എല്ലാം ഈച്ച് അക്കൗണ്ട്സ് ആയിട്ട് ഈച്ച് ലെഡ്ജേഴ്സ് ആയിട്ടാണ് നമ്മൾ ഐറ്റംസ് എന്ത് ചെയ്യുന്നത്? എൻട്രി ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് എന്താണ് നോക്കേണ്ടത്? ഡെറ്റേഴ്സ് ലെഡ്ജറാണ്. ഡെറ്റേഴ്സ് ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് ഇൻ ജനറൽ ലെഡ്ജർ. അതെങ്ങനെയാണ് ഓപ്പണിംഗ് എൻട്രി വരുന്നത്? ഇറ്റ് ഈസ് ഓപ്പൺഡ് ഇൻ ജനറൽ ലെഡ്ജർ ടു എന്താണ് ഇവിടെ നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് എവിടെയാണ്? ജനറൽ ലെഡ്ജറിലാണ്. ടു പ്രൊവൈഡ് കറസ്പോണ്ടിങ് ഡെറ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ് ഫോർ ഓൾ റിലേറ്റഡ് ട്രേഡ് ഡെറ്റേഴ്സ് വിച്ച് അപ്പിയർ ഇൻ ദ ഡെറ്റേഴ്സ് ലെഡ്ജർ. അപ്പം ഡെറ്റേഴ്സ് ലെഡ്ജറിൽ അപ്പിയർ ചെയ്യുന്ന എല്ലാ എന്താണ്? ഡെബിറ്റ് ക്രെഡിറ്റ് എൻട്രീസുകളും നമ്മൾ എന്താണ്? ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് ജനറൽ ലെഡ്ജറിൽ കാണിക്കും. നമുക്കതിൻ്റെ ഇത് നോക്കാം. എന്താണ്? ഇറ്റ് ഈസ് ഓപ്പൺഡ് ഇൻ ജനറൽ ലെഡ്ജർ. നമ്മളിതാണ് ജനറൽ ലെഡ്ജറിൽ എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത്? പ്രൊവൈഡ് കറസ്പോണ്ടിങ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ഫോർ എൻട്രീസ് റിലേറ്റഡ് ടു ട്രേഡ് ഡെറ്റേഴ്സ് വിച്ച് അപ്പിയർ ഇൻ ഡെറ്റർ ലെഡ്ജർ. അടുത്ത് നോക്കാം. ക്രെഡിറ്റ് ലെഡ്ജർ adjustment account in general ledger. It is opened in general ledger to provide corresponding debits and credit for entries related to trade creditors which appear in the credit ledger. ഇത് നമ്മൾ തിരിഞ്ഞു വരുന്നതാണ്, കാരണം ക്രെഡിറ്റ് ലെഡ്ജർ എവിടുത്തതാണ്? ജനറൽ ലെഡ്ജറിൽ ഓപ്പണിംഗ് എങ്ങനെയാണ്? ഇറ്റ് ഈസ് ഓപ്പൺഡ് ത്രൂ ജനറൽ ലെഡ്ജർ. എന്താണ്? ഓൾ കറസ്പോണ്ടിങ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ഓഫ് എന്താണ്? എൻട്രീസ് റിലേറ്റഡ് ടു ട്രേഡ് ക്രെഡിറ്റർ. ട്രേഡ് ക്രെഡിറ്ററുമായിട്ട് റിലേറ്റ് ചെയ്ത എൻട്രീസ് ആണ് എന്താണ്? ട്രേഡ് ക്രെഡിറ്റർ ലെഡ്ജറിൽ നമ്മൾ എഴുതുന്നത്. അപ്പിയർ ഇൻ ദ എവിടെ? ട്രേഡ് ലെഡ്ജറിൽ കാണിക്കാൻ വേണ്ടിയുള്ള ഓപ്പണിംഗ് എൻട്രീസ് ആണ് നമ്മളിവിടെ എഴുതുന്നത്. നെക്സ്റ്റ് നമുക്കിതിൻ്റെ ഓരോ മൂന്ന് പാർട്ടില്ലേ? നമ്മൾ സെൽഫ് ബാലൻസിങ്ങിൻ്റെ 3 പാർട്ടിൽ വരുന്നത് എങ്ങനെ? ഏതൊക്കെ അക്കൗണ്ട്സ് ആണ് വരുന്നത് നോക്കാം. ആദ്യം ഡെറ്റേഴ്സ് ലെഡ്ജറിൽ എന്തൊക്കെയാണ് നമ്മൾ എഴുതുന്നത്? പേഴ്സണൽ അക്കൗണ്ട്സ് ഓഫ് ഓൾ ട്രേഡ് ഡെറ്റേഴ്സ്. ഒരു ട്രേഡ് ഡെറ്റേഴ്സിൻ്റെ, അതായത് നമുക്ക് സപ്ലൈ ചെയ്യുന്ന ആൾക്കാരുടെ എന്താണ്? പേഴ്സണൽ അക്കൗണ്ട്സ്, ഓൾ പേഴ്സണൽ അക്കൗണ്ട്സ് ഓഫ് ട്രേഡ് ഡെറ്റേഴ്സ്. പിന്നെ എന്താണ്? ജനറൽ ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്സ് ഫോർ സെയിൽസ് ലെഡ്ജേഴ്സ്. പിന്നെ എന്താ എഴുതും? സെയിൽസ് ലെഡ്ജേഴ്സിൻ്റെ എന്താണ്? ജനറൽ ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഫോർ സെയിൽ ലെഡ്ജേഴ്സ്. അടുത്ത എന്താണ്? ക്രെഡിറ്റേഴ്സ് ലെഡ്ജർ. അതിലെന്ത് വരും? പേഴ്സണൽ അക്കൗണ്ട് ഓഫ് ഓൾ ട്രേഡ് ക്രെഡിറ്റേഴ്സിൻ്റെ എല്ലാ പേഴ്സണൽ അക്കൗണ്ടും വരും. പിന്നെ എന്ത് വരും? ജനറൽ ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്സ് ഫോർ പർച്ചേസ് ലെഡ്ജേഴ്സ്. അപ്പം ക്രെഡിറ്റ് ആയതുകൊണ്ട് ക്രെഡിറ്റ് പർച്ചേസിന് പോകുമ്പോൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് പർച്ചേസ് ലെഡ്ജേഴ്സിൻ്റെ എല്ലാ ജനറൽ ലെഡ്ജേഴ്സ് അഡ്ജസ്റ്റ്മെൻറ്റ്സുകളും വരും. നെക്സ്റ്റ് എന്താണ്? ജനറൽ ലെഡ്ജറിൽ എന്ത് വരും? ഓൾ പേഴ്സണൽ അക്കൗണ്ട്സ് അതർ ദാൻ ദോസ് ഓഫ് ട്രേഡ് ഡെറ്റേഴ്സ് ആൻഡ് ട്രേഡ് ക്രെഡിറ്റേഴ്സ്. ഇപ്പോൾ ജനറലി ഈ എന്താണ്? ഡെറ്റേഴ്സ് ലെഡ്ജേഴ്സിലും ക്രെഡിറ്റേഴ്സ് ലെഡ്ജേഴ്സിലും വരാത്ത ബാലൻസ് കിടക്കുന്ന എല്ലാ അക്കൗണ്ട്സുകളും എന്തിൽ വരും? ജനറൽ ലെഡ്ജറിൽ വരും. പിന്നെ എന്ത് വരും? ഓൾ റിയൽ അക്കൗണ്ട്സ്, എല്ലാ റിയൽ അക്കൗണ്ട്സുകളും വരും. റിയൽ അസറ്റ്സ്, ഫർണിച്ചർ, മെഷീനറി, ഇതൊക്കെ. പിന്നെ എന്ത് വരും? എല്ലാ നോമിനൽ അക്കൗണ്ട്സുകളും വരും. പിന്നെ എന്ത് വരും? ഡെറ്റർ ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്സ്, ക്രെഡിറ്റർ ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്സ്. അപ്പോൾ എന്തൊക്കെയാണ് വരുന്നത്? പേഴ്സണൽ അക്കൗണ്ട്സ് അതർ ദാൻ ഏതിലൊക്കെ വരാത്തത്? ഡെറ്റേഴ്സ് ലെഡ്ജേഴ്സിലും ക്രെഡിറ്റേഴ്സ് ലെഡ്ജേഴ്സിലും വരാത്തത്. പിന്നെന്താ? ഓൾ റിയൽ അക്കൗണ്ട്സ്, ഓൾ നോമിനൽ അക്കൗണ്ട്സ്. പിന്നെ എന്ത് വരും?
അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്സ് ഏതൊക്കെ വരുന്നത്? ഡെറ്റേഴ്സ് ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടും ക്രെഡിറ്റേഴ്സ് ലെഡ്ജേഴ്സ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്സുകളാണ് ഏതിൽ വരുന്നത്? ജനറൽ ലെഡ്ജേഴ്സിൽ വരുന്നത്. അപ്പം ഇത്രയാണ് ഈ പാർട്ടിൽ നമുക്ക് പഠിക്കാനുള്ളത്. മെയിനായിട്ട് നമ്മുടെ ടൈപ്പ് സെൽഫ് ബാലൻസിങ്ങിലെ ടൈപ്പ് ഓഫ് അക്കൗണ്ട്സ് ലെഡ്ജേഴ്സ് ഇല്ലേ, ജനറൽ ലെഡ്ജേഴ്സ്, ഡെറ്റേഴ്സ് ലെഡ്ജർ, ക്രെഡിറ്റേഴ്സ് ലെഡ്ജേഴ്സ്. അപ്പോൾ അതിനകത്ത് വരുന്ന ഓപ്പണിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ്സ്, അതിൽ വരുന്ന അഡ്ജസ്റ്റ്മെൻറ്റ്സിൽ ഓപ്പണിംഗ് എൻട്രീസാണ് നമ്മൾ ഈ പാർട്ടിൽ കൂടുതലും ഡിസ്കസ് ചെയ്തത്. അപ്പം നമ്മൾ ഈ അക്കൗണ്ട്സുകൾ, അതായത് പേഴ്സണൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ടൊക്കെ ഏതിലാണ് കൂടുതലും വരുന്നതെന്നൊക്കെ ആയിരിക്കും PSC കൂടുതൽ ചോദിക്കുന്നത്. അതൊക്കെ നമുക്ക് മെയിനായിട്ട് നമ്മൾ വരുന്നത് ജനറൽ ലെഡ്ജേഴ്സിലായിരിക്കും വരുന്നത്. ഇത്രയേ ഉള്ളൂ. താങ്ക് യു.